ഗൈസ്, ഇന്ന് ഞാൻ ഫ്രയറിലൊരു സംഭവം വെച്ചിട്ടാണ് വന്നത്. എന്താ ഇപ്പം ഫ്രയറിൽ വെച്ച് വേവിക്കണമെന്നുണ്ടാവൂലേ? അത് നമുക്കിതേ വഴിയെ പറയട്ടെ. എങ്ങനെയാണ് ഫ്രയറിൽ എന്താ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കിതാ കാണിച്ചു തരണേ. അപ്പോൾ അടിപൊളി സെറ്റപ്പിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ ഫ്രയറിൽ ചെയ്യാൻ പോണൊരു കാര്യം ചെയ്യണത് കേട്ടോ. നിങ്ങളുടെ പണി ഈസിയാക്കാൻ പറ്റിയൊരു സെറ്റ് സംഗതി കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തുന്നത് ഇത്തിരി പുട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം പുട്ടും ഫ്രയറും തമ്മിൽ ഇത്ര ബന്ധമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതേ കണ്ട് വരാം നമുക്ക്. ഇപ്പം ഞാനൊരു കുറ്റി പുട്ട് ചുട്ടുകാണ്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും കടലക്കറിയാണേ. പുട്ടും കടലക്കറി എന്ന് പറഞ്ഞാൽ സൂപ്പർ കോമ്പിയല്ലേ പുട്ടും കടലക്കറിയും. അപ്പം ഞാൻ ഈ പുട്ടും കടലക്കറിയും ഇങ്ങനെ ഫ്രയറും പുട്ടും കടലക്കറിയായിട്ട് എന്ത് ബന്ധാന്നുള്ളൊരു ഡൗട്ട് ഇനി വരണ്ട ഒക്കെ ഞാൻ ഇതാ ക്ലിയർ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. പുട്ട് കഴിഞ്ഞ് അതിലോട്ട് ഞാൻ കടലക്കറിയും കൂടി കൊണ്ടുവന്ന് നമ്മൾ ഒഴിച്ച് കഴിക്കാനൊരുങ്ങണേ. ആവി പറക്കണ പുട്ടും ആവി പറക്കണ കടലക്കറിയും ആവി പറക്കണ കട്ടൻ ചായയും കൂടി ഉണ്ട് കേട്ടോ നമുക്കിതിലോട്ട്. അത് ദാ ലാസ്റ്റ് തന്നെ ചായ ആയും കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ സീക്രട്ട് പറയാം, എന്നിട്ട് ഞാൻ ചായയും കൂടി എടുത്തിട്ട് വരാം. ചായ എടുത്ത് ചായയും കൂടി പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സീക്രട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ നോക്കുക. ഇത് ഞാനിതാ നമ്മുടെ ചാക്കരി, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ അരിയില്ലേ, ആ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം അരി ഉണ്ടല്ലോ, ആ അരി പിന്നെ പൊടിച്ചിട്ടാണ് നമ്മൾ പുട്ടിട്ടൊക്കെ ഇട്ട അരി നല്ലോണം കുതിർത്തിയിട്ട് നമ്മൾ പുട്ടിന് കുതിർത്തി വെച്ചുകൊണ്ട് പുട്ടിൻ്റെ തരിയാക്കിങ്ങാണ്ട് മില്ല് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പുട്ട് ചുട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നല്ല സൂപ്പർ കടലക്കറി, നല്ല കടല മസാലയൊക്കെ ഇട്ട് ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ട് ഇറച്ചിയുടെ മാതിരി മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ചതാണ്. വറുത്തരച്ചിട്ടില്ല, തേങ്ങ അരച്ചിട്ടുള്ളൂ. വറുത്തരച്ചും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കട്ടൻ ചായയും പുട്ടും കടലക്കറിയും ഇവിടെ റെഡിയായി നമ്മൾ കഴിച്ചിട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പൊടിപ്പിച്ചുകൊണ്ടെന്ന് പിന്നെ അരിപ്പൊടി അറിഞ്ഞത്. അരിപ്പൊടി അറിഞ്ഞാൽ നമ്മൾ ചാക്കരി പുട്ടിന് ആക്കിയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതാണ് നമ്മളെ പൊടി. അപ്പം ഈ പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് കേട് വരാതിരിക്കാനുള്ള സൂത്രമായിട്ടാണ് ഞാനിന്ന് വന്നത്. ഞാൻ ഈ പൊടി വറുക്കണത് ഫ്രയറിലാണ്. അടിപൊളിയായിട്ട് വറുത്ത് കിട്ടും ഫ്രയർക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രയർക്ക് ഒരു 4 കയ്യിലോ 5 കയ്യിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടക്കായി എത്ര കയ്യിൽ പൊടി ഉണ്ടായാലും അത് വറന്ന് വരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 കയ്യിലിട്ടുകാണ്ട് ചെറുതായിട്ട് കുറേശ്ശെ ഇട്ടുകാണ്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിന് കുറച്ച് കൂടുതലിട്ട് അത്രയും ടൈം നമ്മൾ ജസ്റ്റ് 2 ഇളക്കിയാൽ മതി. ഇളക്കൊന്നും വേണമെന്നൊന്നുമില്ല, എന്നാലും കൂടിയിട്ട് ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തത് നമ്മളെ സമാധാനത്തിനും വേണ്ടി ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ ഫ്രയർ ഓണായി. നമുക്ക് ആവശ്യമുള്ളത്ര പിന്നെ നമ്മൾ ടെമ്പറേച്ചർ ഇടട്ടെ, ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ ഫ്രൈൻ്റെ ടെമ്പറേച്ചർ ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റാണ് ഇത് കൂടുതലും ഫ്രൈ ചെയ്തിട്ടുള്ളത്, ഫ്രൈ ആക്കിയിട്ടുള്ളത്, വറുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സുഖമായിട്ട് വറുത്തെടുക്കാൻ നമുക്ക് നല്ല സുഖമായിട്ട്. നമ്മൾ പുട്ടിനൊക്കെ പൊടി പൊടിപ്പിച്ചുകൊണ്ടെന്നാൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗ്യാസുമേലിട്ട് വറുത്ത് അടങ്ങാറായി നിൽക്കണം. ഇതിപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ ഇതിലിടുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ട് അതിങ്ങോട്ട് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അത് നല്ല രീതിക്കുള്ള നല്ല തരിതരിയായിട്ടുള്ള പുട്ടുപൊടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കി കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും അങ്ങനെ ചെയ്താൽ നമുക്കൊരു മനസ്സിക്കൊരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണേ. അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യത്തിന് എന്തായാലും മതി. അപ്പോൾ അതെ ഞാൻ അങ്ങോട്ട് വെച്ച് വീണ്ടും ഓണാക്കി. അതിൽ ടെമ്പറേച്ചർ കൂടുതൽ കാണിക്കേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓഫാക്കുന്നതാണ്. ജസ്റ്റ് 5 മിനിറ്റ് പോലും ആവണില്ല ഒരു പ്രാവശ്യം നമുക്ക് വറുത്തെടുക്കാൻ. കണ്ടില്ല നിങ്ങൾ, നല്ല രീതിയിൽ തരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്ന് പുട്ടും ഫ്രയറും തമ്മിലുള്ള ബന്ധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പാത്രം പുട്ടുപൊടി ഞാനിവിടെ ആ ബക്കറ്റിലുള്ള പുട്ടുപൊടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഈ ഐഡിയ അറിയില്ലെങ്കിൽ ഇനി മുതൽ അരിപ്പൊടി വറുക്കാൻ, നമ്മളെ പുട്ടുപൊടിയൊക്കെ വറുക്കാൻ ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി. സെറ്റാണ്, സൂപ്പറാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മളെ പരിപാടി ചെയ്യും. അല്ല ഞാൻ നമ്മൾ പുട്ടിനൊക്കെ പൊടിപ്പിച്ചുകൊണ്ടെന്നാൽ കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കും. ഓക്കെ, ബൈ.